രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ ഈ ഞാൻ തന്നെ, എനിക്ക് ഗവൺമെൻറ് അനുവാദം തരിക, ഞാൻ ചെയ്തു തരാം, ഇതുപോലുള്ള കാപാലികന്മാർക്കുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കി തരാം. നിയമം കയ്യിലെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിയമപാലകരെ സഹായിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. നിയമത്തിനും അവരെ ഒന്നും ചെയ്യാനായില്ലെങ്കിൽ നമ്മൾ തന്നെ ശങ്കരനാരായണന്മാരായി മാറുക തന്നെ വേണം. വാളയാർ പെൺകുട്ടികളുടെ അവസ്ഥ, ആ സഹോദരിമാരെ പീഡിപ്പിച്ച് കൊന്ന ആ പ്രതികൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം സന്തോഷമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ തണലിൽ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ശ്യാം സുന്ദറാണ്, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്ത അനുദിനം ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി ഈ ഒരു പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അമ്മയാരാണ്, പെങ്ങളാരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിൽ അധപതിച്ചു പോയ മനുഷ്യമൃഗങ്ങളുടെ ഒരു തേരോട്ടമാണ് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണപ്രിയയുടെ സ്നേഹനിധിയായ അച്ഛൻ ശങ്കരനാരായണനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ആ കൃഷ്ണപ്രിയ എന്ന കൊച്ചു ബാലികയെ, 13 വയസ്സുള്ള ആ ബാലികയെ അയൽവാസിയായ ഒരു കാപാലികൻ ഈ കുട്ടിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് ആ കുട്ടിയെ കൊലപ്പെടുത്തിയ ആ വാർത്ത അന്ന് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. ആ വ്യക്തിയെ പതിവ് പോലെ ഒരു പീഡന കേസിലെ പ്രതി എന്ന രീതിയിൽ അയാളെ അറസ്റ്റ് ചെയ്തു. അയാൾക്കെതിരെ കേസ് എടുത്തു. പക്ഷേ എന്തൊക്കെയായാലും അയാൾക്ക് ജാമ്യം കിട്ടി. കാരണം ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പൂച്ചയാക്കാനും കഴിയുന്ന വാക്ചാതുരിയുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തികൾക്കും, കുറച്ച് പുത്തനമുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയേക്കും എന്ത് തെമ്മാടിത്തരവും കാട്ടിക്കൂട്ടാം. ആരും ചോദിക്കാനുണ്ടാവില്ല. കാരണം പണമാണ്. പണം, പദവി, ആൾബലം, രാഷ്ട്രീയം, ഇത് ഉണ്ടെങ്കിൽ ഏതൊരു തെമ്മാടി തേവിടിശി മക്കൾക്കും എപ്പോഴും ആർക്കും ആരെയും അടിക്കാം, കൊല്ലാം. അതുപോലെ ഈ വ്യക്തിക്കും ഇയാൾ വിദഗ്ധമായി രക്ഷപ്പെടാനുള്ള പഴുതുകൾ അയാൾക്കും ഉണ്ടായി. എന്നാൽ ആ പഴുതുകളെല്ലാം വിധി അടയ്ക്കേണ്ടി വന്നു അയാൾക്ക്. അയാൾ ജാമ്യം കിട്ടി വരുന്ന വഴിക്ക് തന്നെ ഈ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ നാടൻ തോക്കുപയോഗിച്ച് ഇയാൾക്കെതിരെ വെടിയുതിർത്തു. അയാൾ അവിടെ വെച്ച് തന്നെ കൊന്നു. ഇതുപോലെ ഓരോ ശങ്കരനാരായണന്മാരുണ്ട് ഈ നാട്ടിൽ. ആ പെൺകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളും അച്ഛന്മാരും ശങ്കരനാരായണന്മാർ ആവേണ്ട സമയം അതിക്രമിച്ചു. അതിന് ഗവൺമെൻറ്, പ്രത്യേകിച്ച് സർക്കാർ, ഇത്തരം പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് തോക്കിന് ലൈസൻസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എളങ്കൂറ് ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ എന്ന പ്രതിയാണ് കൃഷ്ണപ്രിയ എന്ന ആ പൊന്നോമനയെ പീഡിപ്പിച്ച് കൊല ചെയ്ത തെമ്മാടി തേവിടിശി മകൻ. പറയാതരമില്ല. ഇതുപോലെ ഒരുപാട് കോയമാര് നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ മക്കളെ വേട്ടയാടാനായിട്ട്. അതൊരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതത്തിലുമുണ്ട് ഇതുപോലുള്ള വൃത്തികെട്ട തെമ്മാടി കൂട്ടങ്ങൾ. അവരെ ജനിപ്പിച്ചു വിട്ട മാതാപിതാക്കളെ പറയിപ്പിക്കാൻ വേണ്ടി, ആ പാവങ്ങളെ സങ്കടത്തിലാഴ്ത്താൻ വേണ്ടി ഇതുപോലുള്ള ജന്മങ്ങൾ കൊടുത്ത ആ പാവങ്ങളുടെ നരകയാതന നമുക്കും നമ്മുടെ കുടുംബത്തിനും വരാതിരിക്കാൻ ഓരോ കുടുംബവും ഇനി ശ്രദ്ധിക്കാം. കാരണം നമുക്ക് നമ്മുടെ പെങ്ങളാണ്, നമ്മുടെ മകളാണ്, അല്ലെങ്കിൽ നമ്മുടെ മാതാവാണ് എന്ന ബോധത്തിലാവട്ടെ ഓരോ മനുഷ്യൻ്റെയും ജീവിതം. ചാരങ്കാവ് ചേറോട്ടുകുന്നിൽ പൂവഞ്ചേരി തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പൊന്നോമന മകളുടെ മരണത്തിന് ശേഷം അദ്ദേഹം തീർത്തും
മാനസിക രോഗിയെ പോലെയായി തീർന്നു. ഏതൊരു അച്ഛനും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അതും. എന്നാൽ സാധാരണ അച്ഛന്മാർ നിയമത്തിന് വിട്ടുകൊടുക്കാറാണ് പതിവ്. എന്നാൽ ആ വ്യവസ്ഥ ഈ വ്യക്തികളെ തീർച്ചയായിട്ടും ജയിലിൻ്റെ ഉള്ളിൽ സുഖവാസമായി അവരെ അനുഭവിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കുട്ടൻ ബിരിയാണിയും കഴിച്ച് ഈ പ്രതികളെല്ലാം തടിച്ച് കൊഴുക്കുക തന്നെ ചെയ്യും. അവർക്ക് വീണ്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു വാസന വരാൻ കാരണം ജയിലിലെ നല്ല ഭക്ഷണം തന്നെയാണ്. മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, അവിടെ ചെറിയ ചെറിയ പണികൾ ചെയ്താൽ മതി എന്നൊരു ധാരണ. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറ്റവാളികൾ ഇതുപോലെ കൃഷ്ണപ്രിയമാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ഭാരത മണ്ണിൽ. ഉത്തർപ്രദേശ് സർക്കാർ യോഗി ആദിത്യനാഥ് ചെയ്ത പോലെ അല്ലെങ്കിൽ ചെയ്യുന്ന പോലെ കോടതിയും പോലീസും ഒന്നും വിട്ടുകൊടുക്കരുത്. ഇവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുക തന്നെ വേണം. അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായി വെട്ടിയെരിഞ്ഞ് അവയവങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾക്ക് ഭംഗം വരുത്തിയിട്ട് വേണം അവരെ കൊന്നൊടുക്കാൻ. ഭാര്യ ശാന്തകുമാരി, ശങ്കരൻ നാരായണന്റെ ഭാര്യ ശാന്തകുമാരിക്ക് 2 ആൺമക്കളും കൂടിയുണ്ട്. ഈ 2 ആൺമക്കളുടെയും ഈ അമ്മയുടെയും പൊന്നോമന മകളായ ഈ ഒരു പൊന്നുമോൾ, ആ കുട്ടിയുടെ മരണം ഒരു വീടിൻ്റെ ഒരു വേദനയല്ല, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വേദനയല്ല, ഒരു നാടിൻ്റെ മുഴുവൻ വേദനയായി തന്നെ തീർന്നിരിക്കുകയാണ്. ഇതുപോലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ ഭാഗങ്ങളിലും ഇതുപോലെ ഒരുപാട് കൃഷ്ണപ്രിയന്മാർ ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബന്ധുക്കളാൽ, അതുപോലെ തന്നെ അധ്യാപകരാൽ, അതുപോലെ മതവിദ്യാഭ്യാസ അധ്യാപകരാൽ, അതുപോലെ അയൽവാസികളാൽ, ഇങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികൾ, സഹപാഠികളാൽ, ഇങ്ങനെയൊക്കെ ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും നമ്മുടെ പൊന്നോമന മക്കൾ. ഇതിന് ഒരു ഗവൺമെൻറ് തലത്തിലോ അല്ലാതെയോ ഇതിനൊരു സംവിധാനം അനിവാര്യമാണ്. ഒരു സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ ഇതിന് വേണമെന്നാണ് എൻ്റെ പക്ഷം. കാരണം ജാതിയും മതവും രാഷ്ട്രീയം സംഘടനയ്ക്കൊക്കെ അതീതമായിട്ട് ഒരു ഫോർ ദ പീപ്പിൾ പോലെയുള്ള സംഘടന ഇവിടെ ഉരുത്തിരിയേണ്ടി വന്നിരിക്കുന്നു. കാരണം ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരെയും അതുപോലെ പാവം പെൺകുട്ടികളെ വലയിലാക്കി നശിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കാബാലികർക്ക് ശിക്ഷ കോടതിയും ജയിലുമല്ല, അവർക്ക് മരണശിക്ഷയാണ്, തൂക്കുകയറാണ് അവർക്ക് വേണ്ടത്. അതിലൊരു തർക്കവും വേണ്ട, ആർക്കും ഒരു സംശയവും വേണ്ട. പ്രതി 2022 ജൂലൈ 27 കൊല്ലപ്പെടുകയാണ്. ഈ കൊല്ലപ്പെട്ടാലും ശരി, നീതിപീഠം, നീതി വ്യവസ്ഥകൾ സത്യത്തിൽ ശങ്കരനാരായണന് അനുകൂലമായിരുന്നു. ഇതുപോലെ നീതിപീഠം എപ്പോഴും ഇത്തരം കേസിൽ പ്രത്യേക രീതിയിൽ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഇളവ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചില പെൺകുട്ടികൾ അവരുടെ രക്ഷിതാക്കൾക്കും അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ കലാലയങ്ങളിൽ പോയി മരണം വരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ അനാശാസ്യത്തിനും പീഡനത്തിനും ഇരയാവുന്ന കാഴ്ചകൾ എന്നുമുണ്ട് ഓരോ കലാലയങ്ങളിലും. രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകളാണ് ഇതിന് പ്രധാന കാരണം. എല്ലാ സംഘടനകളും നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കലാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിച്ചിട്ട് വരണം. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടികളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്തയൊന്നും ഇല്ല. ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിക്കാം. പിന്നീട് വിവാഹം കഴിഞ്ഞ് ഇതുപോലുള്ള അനാവശ്യമായുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും അറിഞ്ഞ് കുടുംബം ശിഥിലമാകുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് ചുറ്റും നിരന്തരം ഏത് സമയവും എപ്പോഴും അവിടെ കാണുന്നതാണ്. തൻ്റെ സ്വന്തം പെൺമക്കൾ ജീവിതത്തിൽ നമുക്ക് അന്യമായി കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ മറ്റൊരാൾ
അപഹരിച്ചു കൊണ്ടുപോവുകയും അവരെ വേദനിപ്പിക്കുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുകയും ചെയ്യുമ്പോൾ പ്രതികരണശേഷിയുള്ള അച്ഛന്മാർ കണ്ടു നിൽക്കില്ല. ശങ്കരനാരായണനെ പോലെയുള്ള അച്ഛന്മാരായിരിക്കണം ഓരോ പെൺകുട്ടികളുടെയും അച്ഛന്മാർ. ഇത്തരം അച്ഛന്മാർക്ക് സാധിക്കാതെ വന്നാൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന പുതുവാധ്യാർമഠം കൊട്ടാരത്തിൽ ഈ ഞാൻ തന്നെ, എനിക്ക് ഗവൺമെൻറ് അനുവാദം തരിക, ഞാൻ ചെയ്തു തരാം, ഇതുപോലുള്ള കാപാലികന്മാർക്കുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കി തരാം. കാരണം കോടതിയും പോലീസും അതുപോലെ തന്നെ എല്ലാ നീതി നിയമ വ്യവസ്ഥയും എല്ലാം ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷിക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് നടക്കാതെ വരുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യുന്നത് അതൊരിക്കലും കുറ്റമല്ല. നിങ്ങൾക്കറിയാമല്ലോ വാളയാർ പെൺകുട്ടികളുടെ അവസ്ഥ. ആ സഹോദരിമാരെ പീഡിപ്പിച്ച് കൊന്ന ആ പ്രതികൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം സന്തോഷമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ തണലിൽ അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവരുടെ മനസാക്ഷി കോടതിയിലും അതുപോലെ തന്നെ ഭഗവാന്റെ ദൈവത്തിൻ്റെ കോടതിയിലും അവർക്കൊരിക്കലും നീതി കിട്ടില്ല. അവർക്കെന്നും ശിക്ഷ ഏത് സമയത്തും കിട്ടുമെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ബീച്ചുകളിലും ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ തന്നെ അനാശാസ്യം അഴിഞ്ഞാടുകയാണ്. ഇതുപോലുള്ള ശങ്കരനാരായണനെ പോലുള്ള സ്നേഹനിധിയായ വ്യക്തികൾക്കും അവരുടെ പൊന്നോമന മക്കൾക്കും അല്ല ഇത് ബാധകമല്ല. സത്യത്തിൽ അല്ലാതെ അഴിച്ചുവിട്ട പശുക്കളെ പോലെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ആ കുട്ടികൾ വഴിതെറ്റാതെ സഞ്ചരിക്കേണ്ടതും നമ്മുടെ കടമയാണ്. നിയമം കയ്യിലെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നിയമപാലകരെ സഹായിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. നിയമത്തിനും അവരെ ഒന്നും ചെയ്യാനായില്ലെങ്കിൽ നമ്മൾ തന്നെ ശങ്കരനാരായണന്മാരായി മാറുക തന്നെ വേണം. കാരണം നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളാണ്, മറക്കരുത്. ഇനി ഒരു വീട്ടിലും ഒരു കുട്ടികൾക്കും ഈ ദുരവസ്ഥ വരരുത്. നമുക്ക് ചുറ്റും ഇതുപോലെ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ശങ്കരനാരായണനെ പോലെ നമ്മൾക്കും തോക്കെടുക്കേണ്ടി വരും. എല്ലാവർക്കും നമസ്കാരം.